കല്ലാർകുട്ടി ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലെ താമസക്കാർക്ക് പട്ടയം നൽകണമെന്ന ആവശ്യം ശക്തമാവുന്നു. നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് പട്ടയാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഡാം ഉപരോധവും കർഷക സമ്മേളനവും നടന്നു. 10 ചെയിൻ മേഖലകളിൽ പട്ടയം നൽകുമെന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം. കല്ലാർകുട്ടി അണക്കെട്ടിന്റെ ഇരുകരകളിലുമായി വെള്ളത്തുവൽ, കൊന്നത്തടി പഞ്ചായത്തുകളിൽ അധിവസിക്കുന്ന 3500-ലധികം കുടുംബങ്ങളാണ് പട്ടയത്തിനായി കാത്തിരിക്കുന്നത്. തങ്ങളുടെ ആവശ്യത്തോട് ബന്ധപ്പെട്ടവർ മുഖം തിരിക്കുന്നുവെന്നാണ് കല്ലാർകുട്ടി നിവാസികളുടെ ആക്ഷേപം. ഈ സാഹചര്യത്തിലാണ് കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ സമിതി സമരമുഖത്തെത്തിയത്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇവിടെ ഡാം വന്നപ്പോൾ ഞങ്ങൾക്ക് പട്ടയം കിട്ടും, വലിയ വികസനം ഉണ്ടാകുമെന്ന് ഓർത്തുകൊണ്ട് ഇവിടുത്തെ ജനം മോഹിച്ചത്. എന്നാൽ നമുക്കറിയാം, ഡാം വന്നു, ഒരു വികസനവും ഉണ്ടായില്ല, പട്ടയമില്ല, പട്ടയത്തിന്റെ അവകാശം നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. തുടർ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് സമിതിയുടെ മുന്നറിയിപ്പ്. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും കർഷകർക്ക് പിന്തുണയുമായി രംഗത്തെത്തി. മീഡിയ 1 ഇടുക്കി.